ഗൈസ്, ആ ഫ്രീക്കനെ നോക്കൂ, എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോന്ന്. എങ്ങോട്ടാ? ഇതാരടാ? ഹലോ ഗൈസ്, അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു കുഞ്ഞു റൈഡായിട്ട്, അല്ലെ, ഒരു 1 ഡേ ട്രിപ്പ്. നീ എന്തെടുക്കുക? ഗ്ലാസ്. അലക്സ്, നിന്റെ ഗ്ലാസ് എന്താടാ? വണ്ടി ഓടിക്കുന്നു. ഈ 2 മാസത്തിനിടയിൽ കുറെ സംഭവങ്ങൾ മാറിട്ടോ. അലക്സ് കാർ എടുത്തു ഗൈസ്. അതില് കാര്യമില്ല, സെക്കൻഡ് ഹാൻഡ് ഫ്രഷ് എന്നുള്ളതല്ല, നമുക്കൊരു ആവശ്യത്തിന് കാറുണ്ടല്ലോ ഇപ്പൊ, അല്ലേ? അതാണ്. അങ്ങനെ അലക്സ് കാർ എടുത്ത് ഇതൊക്കെയാണ്. പിന്നെ അബിയില്ല, അബിക്ക് ജോലി കിട്ടിയ അബി അപ്പൊ അങ്ങ് ആന്ധ്രാപ്രദേശിലാണ്. നമ്മളിവിടെ ചെറിയ ചെറിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോ അവനവിടെ അങ്ങ് ആന്ധ്രാപ്രദേശിൽ വലിയ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ് അവ ദിവസം. എന്തായാലും ഇനി ഒരു അടുത്ത ആഴ്ച അവൻ നാട്ടിൽ വരാൻ പ്ലാൻ ഉണ്ട്. അന്ന് നമ്മൾ എവിടെയാടാ? കൊല്ലങ്കോട് എക്സ്പ്ലോർ ചെയ്യും, അല്ലേ? തീർച്ചയായും. അന്ന് ഫുള്ള് അനീഷിന്റെ ചെലവുമാണ്. അവന്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഹലോ, അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആനേടിക്കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾ ഉണ്ട്. അവിടേക്കാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന വാട്ടർഫാൾ തന്നെയാണ്. നമുക്ക് എറണാകുളത്ത് നിന്ന് ഒരു 72 കിലോമീറ്റർ ആണ്. അപ്പം നമുക്കിന്ന് 72. അപ്പം നമുക്ക് പോകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇന്ന് ഫുള്ള് അത് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, ഗൈസ്, അതാ നോക്കൂ, അബി. ഞാനിവിടെ വൻ തള്ളായിരുന്നു, നീ അവിടെ ആന്ധ്രാപ്രദേശ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കാന്നൊക്കെ. ഒക്കെ എത്തി. നീ അറിഞ്ഞോ? അതെ, അലക്സ് വണ്ടി എടുത്ത്. ഇത് കണ്ടോ? എടാ, അതല്ല, ഇത് അലക്സിന്റെ സ്വന്തം കാറാണ്. നിങ്ങളല്ലേ പറഞ്ഞ ഡിപ്രഷൻ എന്ന്. മുതലാളി അവൻ, കാറ് മുതലാളി, ബിസിനസ് ആയിപ്പോ. സ്വന്തം കാറ് സെക്കൻഡ് എടുത്ത്. പക്ഷെ അങ്ങനെ അതൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചിട്ടാ. കണ്ടാ, എടാ, ഇവ ഏത് കമ്പനിയാണെന്ന് അറിയാവോ നിനക്ക്? ഇത് നോക്ക്, എക്സിന്റെ ഇതാ കണ്ടോ, xxx.com. എടാ, അലക്സ് ഫുള്ള് ടൈ ഒക്കെ ചെയ്തിട്ട് ഫുള്ള് കാർ എടുത്ത് ഇനി അടുത്ത പെണ്ണ് കെട്ടാനുള്ള പരിപാടിയാ. അതിന് ടൈ ഒക്കെ ചെയ്ത് പ്രായം അറിയായിരിക്കും. കാറിനകത്ത് xnxs.com, സഞ്ചരിക്കുന്ന ഓയോ റൂം. അതാണ് അവന്റെ പ്ലാൻ. ബിസിനസ് ഇവിടെ എറണാകുളത്തെ അത് വർക്ക്ഔട്ട് ആവും. സമയമില്ലാത്തവർക്ക് കാറില് ഇതൊരു പ്രൊമോഷനാണ്. എല്ലാവരും അറിഞ്ഞ് ഈ വണ്ടി തന്നെ ബുക്ക് ചെയ്യുക. ഇത് ഡീറ്റെയിൽസ് അല്ല, ഇതിന്റെ താഴെ നമ്മൾ അലക്സിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അലക്സിന്റെ നമ്പർ കൊടുക്കും. ഇത് ഇവിടെ മറയൊക്കെ ചെയ്യുന്ന, ഇവിടെ ഒരു മറ. അയ്യോ, ഇവിടെ ഒരു ഇനി വെറും 2.5 കിലോമീറ്റർ. അങ്ങനെ നമ്മള് ആനേടിക്കുത്ത് വാട്ടർഫാളിന്റെ അടുത്ത് എത്താറായി. ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള? ഇറങ്ങാൻ പറ്റും, പക്ഷെ ഒരു രക്ഷയില്ലാത്ത ആളുകളാണ്. ഇഷ്ടംപോലെ തിരക്കാണ്. ഏത് തിരക്ക് വന്നാലും നമ്മൾ ഇറങ്ങും, അതത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു എൻജോയ്മെന്റ് കിട്ടുമോ എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം നോക്കാം.
ഇവിടെ അല്ല നമുക്ക് ഇറങ്ങണ്ടത്, ഇവിടെയും കുളിക്കാം. ഇതാ അവിടുന്ന് താഴോട്ട് ഒഴുകുന്നുണ്ടോ, അതിൻ്റെ താഴെയാണ് ശരിക്കും പോകാനുള്ളത്. ഇതാണ്ട് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് ചെന്ന് കുളിക്കാൻ ഇറങ്ങണ്ടത്. പക്ഷെ അവിടെ ഫുള്ള് കലങ്ങി കിടക്കുകയാണ്. എന്നാലും നമുക്ക് അവിടെ താഴേക്ക് ചെല്ലാം. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കണ്ണിനെ പറ്റി നോക്കിയേ. ഒരു ഫോട്ടോ ഇട്ടാനുള്ള കഷ്ടപ്പാടില് അല്ല അവിടുന്ന് ചടിക്കഴിഞ്ഞ എവിടെങ്കിലൊക്കെ പോയി ഒരു ഫോട്ടോ എടുക്കാനുള്ള സംഭവം ഒപ്പിച്ചിട്ട് കളിയാൻ വരുള്ളൂ. ഏതാ വരൂ വരൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ ആനയടിക്കുത്ത് വാട്ടർഫാൾ. അങ്ങനെ നമ്മൾ ആനയടിക്കുത്ത് വാട്ടർഫാൾ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. കാറിൽ കയറി ഇനി നേരെ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ഫുഡ് അടിക്കണം. അത് കഴിഞ്ഞാൽ നേരെ എറണാകുളം. ഒരു വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അല്ലേടാ? തീർച്ചയായും. ഉറക്കപ്പറ. തീർച്ചയായും. അതെ അതെ, ഒരു വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്കവിടെ വെള്ളം ഉള്ളപ്പോ വരണം. ഈ ഒരു ടൈമിൽ ശരിക്കും വരണം. ഞാൻ ഇതിന് മുമ്പൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അതെ. പക്ഷെ ഇപ്പം അടിപൊളിയായിരുന്നു. നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും നമ്മുടെ 1.5 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലായിരുന്നു. പിന്നെ അത്രയും നന്നായിട്ട് എടുക്കാനുള്ള ഒരു ക്യാമറയും സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇൻസ്റ്റയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അല്ല, ഇതിനകത്തിപ്പോ നമ്മൾ ഫുൾ ഇടുന്നുണ്ടല്ലോ. ഇത് കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ അവർ ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ക്ലിപ്പ് കാണുന്നത്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എടാ ബാടാ ബൈ. ഓക്കെ, അപ്പൊ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.